So today, after this class, we will be able to learn more about the structure of atom and how the subatomic particles are arranged. Okay? So, do you know the charge of atom? Atom charge എന്താണെന്നറിയോ? ആറ്റത്തിന്റെ ചാർജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അറിയോ? അറിയോ? അല്ല, ആറ്റത്തിന്റെ ചാർജ് ന്യൂട്രൽ ആണ്. നിങ്ങൾ പഠിച്ചില്ലേ അത്? പോസിറ്റീവും 3 ചാർജ് ഉണ്ട്. പോസിറ്റീവും നെഗറ്റീവും ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്ലെസ്. ദാറ്റ് ഈസ് നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. ഓക്കേ, സോ ദി ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് ന്യൂട്രൽ. So do you know the subatomic particles? Subatomic particles കേട്ടിട്ടുണ്ടോ? Subatomic particles അതായത് ആറ്റത്തിനകത്തുള്ള particles. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. Very good, very good. So 3 subatomic particles ആണ് neutron, proton, neutron and electron. So what is the charge of an atom? ആറ്റത്തിന്റെ ചാർജ് എന്താ? ന്യൂട്രൽ ആണ്. 3 subatomic particles ഏതൊക്കെയാണ്? പറ. 3 ഇപ്പോ പറഞ്ഞില്ലേ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. സംസാരിക്കില്ലേ? ഇവിടെ ശ്രദ്ധിക്കോ? അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചേ. സോ നമുക്ക് ചുമ്മാ നമുക്കിപ്പോ നമ്മുടെ ആറ്റത്തിന്റെ സ്ട്രക്ചർ ചെയ്തതല്ല, നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ്സ് വരെ ഒരുപാട് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം. സോ ചാർജ് ഓഫ് ആറ്റം ഈസ് ന്യൂട്രൽ. ചാർജ് ഓഫ് ആറ്റം ഈസ് ന്യൂട്രൽ ആൻഡ് സബatomic ആറ്റത്തിന്റെ ചാർജ് ന്യൂട്രൽ ആണ്. ആൻഡ് ദി സബatomic പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ആറ്റം ആർ സബatomic പാർട്ടിക്കിൾ ഏതൊക്കെ ആറ്റത്തിനകത്തുള്ളത്? പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. So there is a small portion inside the atom where nucleus. Very good. There, okay. So nucleus എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? അറിയോ? ഇവർക്ക് അറിയോ? അത് നമ്മുടെ ആറ്റത്തിനകത്ത് ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ആറ്റത്തിന്റെ സെന്ററിലായിട്ട് there is a small portion inside the atom where most of the positive charge is concentrated. That portion is known as nucleus. So what is nucleus? A small portion inside the atom where most of the positive charge is concentrated is known as nucleus. എന്താ nucleus? എവിടെ ആയിരിക്കും അത്? സെന്ററിലായിരിക്കും. Okay, so a small portion inside the nucleus where most of the charge is concentrated is known as nucleus. So ഈ ഐഡിയ കിട്ടിയല്ലോ. എന്തൊക്കെയാണ് ഇപ്പം പറഞ്ഞത്? ആറ്റത്തിലെ 3 സബatomic പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ന്യൂക്ലിയസ് എന്താണ്? a small portion inside the atom where most of the positive charge is concentrated. So have you seen solar system? solar system കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നടുക്ക് എന്താണുള്ളത്? സണ്ണാണുള്ളത്. സണ്ണിന് ചുറ്റും എന്താണുള്ളത്? സണ്ണിന് ചുറ്റും എന്താണുള്ളത്? പ്ലാനറ്റ്സ് ആണുള്ളത്. സോ ഒരു സോളാർ സിസ്റ്റത്തില് നടുക്ക് സണ്ണും സണ്ണിന് ചുറ്റും എന്താണ്? പ്ലാനറ്റ്സ് ആണുള്ളത്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ പ്ലാനറ്റിനും അതിൻ്റെതായിട്ടുള്ള പാത്തില്ലേ? ഒരു സർക്കിളിൽ ഒരു സർക്കിളില് 2 പ്ലാനറ്റ് വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. അതായത് ഓരോ പ്ലാനറ്റിനും അതിൻ്റെതായിട്ടുള്ള പാത്ത് ഉണ്ട്. അത് റിമോട്ട് ചെയ്യാനായിട്ട് ഞാനൊരു വീഡിയോ കാണിക്കാമേ. ഇപ്പൊ നോക്കിയേ, സൂര്യൻ നടുക്കുണ്ട്, സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് ഉണ്ട്. അത് വെച്ച് ഞാൻ ഒരു വീഡിയോ കാണിക്കാം. എന്നിട്ട് പറഞ്ഞു എല്ലാത്തിനും എയ്ഡ്സ് യൂസ് ചെയ്യും. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് എന്താ, നമുക്ക് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന സാധനത്തിന് ഒരു എന്താ പറയുക,
പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഓരോ പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അവരുടെ പാത്ത് തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ടോ? ഒരു പ്ലാനറ്റും വേറൊരു പ്ലാനറ്റിന്റെ പാത്ത് തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതായത് ഓരോ പ്ലാനറ്റ്സും അതിൻ്റെതായിട്ടുള്ള പാത്തിന് കൂടാണ് മൂവ് ചെയ്യുന്നത്. സോ ഇത്ര മനസ്സിലായല്ലോ. ഇതിൽ ആദ്യം മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മുടെ സോളാർ സിസ്റ്റം നടക്കുന്ന സണ്ണുണ്ട്, പ്ലാനറ്റ്സ് അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അവര് പാത്ത് എന്ത് ചെയ്യുന്നില്ല, രണ്ട് ആൾക്കാരുടെ പാത്തിൽ ഓരോ പ്ലാനറ്റും അവരുടേതായിട്ടുള്ള പാത്തിലാണ് റിവോൾവ് ചെയ്യുന്നത്, അവർ തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. സോ ഇത് നോക്കിയേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മോള് പറയൂ എന്തൊക്കെ സിമിലാരിറ്റീസ് ആണ് ഈ ഒരു പിക്ചറും ഇതും ഈ ഒരു മോഡലും ഇതും തമ്മിലുള്ളതെന്ന് പറയുമോ? ചോദിക്കാമേ, പറയൂ. നോക്കി പറഞ്ഞാൽ മതി. ഈ രണ്ട് പിക്ചർ തമ്മിൽ കമ്പയർ ചെയ്തേ സിമിലാരിറ്റീസ് കാണാൻ പറ്റുന്നില്ലേ? ഒരു സിമിലാരിറ്റി പറയുമോ? ഒരു സിമിലാരിറ്റി പറയുമോ? ഇവിടെ അവിടെ എന്താ മക്കള അല്ലേ? സോ ഒരു സിമിലാരിറ്റി പറയുമോ? ഇത് ഒരു ആറ്റം മോഡലാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആറ്റത്തിന് നടുക്ക് എന്തുണ്ട്? ന്യൂക്ലിയസ് ഇല്ലേ? ഇതാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. സോ ആറ്റത്തിന്റെ നടുക്ക് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. Solar system sun is present in the center and in an atom model nucleus is present in the center. So ഇവിടെ നോക്കിയേ സണ്ണിന് ചുറ്റും എന്തുണ്ട്? What is present around the sun? Planets. Planets are present around the sun. ഇവിടെ നോക്കിയേ ന്യൂക്ലിയസിന് ചുറ്റും എന്താണുള്ളത്? കുറച്ച്, അതായത് ഈ മുത്ത് കണ്ടോ? കുറച്ച് മുത്തുകൾ. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് അറിയാം? മൂന്ന് സബാറ്റോമിക് പാർട്ടിക്കിൾസ് നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ? സബാറ്റോമിക് പാർട്ടിക്കിൾസ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺ. സോ ഇത് കറക്റ്റ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഉണ്ട്. ഇത് ന്യൂക്ലിയസ് ആണെന്ന് മനസ്സിലായല്ലോ. സോ ന്യൂക്ലിയസിന് ചുറ്റും എന്തോ ഒരു സബാറ്റോമിക് പാർട്ടിക്കിൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ ഏത് സബാറ്റോമിക് പാർട്ടിക്കിൾ ആണെന്ന് അറിയോ? ഇത് അല്ല, ഇലക്ട്രോൺ, ബയോളജി, ഇത് കെമിസ്ട്രി. ആറ്റത്തിനകത്തുള്ള സംഭവമാണ് ഇത്. നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ആരാണെന്നാണ്? ഇലക്ട്രോൺസ് ആണ് റിവോൾവ് ചെയ്യുന്നത്. നീ ആറ്റം തന്നെ ആണോ? നോക്കിയേ, മനസ്സിലായില്ലേ? സോ ഇതിന് ചുറ്റും ഏതാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആറ്റം. സോ ഇത് നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? സോ ഈ സോളാർ സിസ്റ്റം sun is present in the center of the solar system. So in this atom model, what is present in the center? എന്താണ് നമുക്കുള്ളത്? Nucleus. Nucleus is present in the center of this atom model. And ഇതിനകത്തുള്ള planets, solar systemത്തിലുള്ള planets നിങ്ങൾക്ക് ഇതിലോ എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? അമുത്ത് എന്താണ്? സബാറ്റോമിക് പാർട്ടിക്കിൾ ആണ്. ആ സബാറ്റോമിക് പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോൺ ആണ്. അതായത് ഈ മുത്ത് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ചുറ്റും നമ്മുടെ എന്താണ് പ്ലാനറ്റ്സിനെ റിവോൾവ് ചെയ്തില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ഈ കറക്റ്റ് പാത്തിൽ റിവോൾവ് ചെയ്തോണ്ടേയിരിക്കും. മനസ്സിലായോ? എന്തൊക്കെ മനസ്സിലായോ? ഈ ഒരു ആറ്റം മോഡൽ ആരെ കൊണ്ടുവന്നേ? നമ്മുടെ ഈ ഒരു മോഡലിനകത്ത് റൂദർഫോർഡ് നമ്മുടെ ഈ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തത്? സോളാർ സിസ്റ്റം ആയിട്ടല്ലേ കമ്പയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മോഡലിൽ പറയുന്ന പേര് എന്തുവാ? റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ. റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ. എല്ലാവർക്കും മനസ്സിലായോ? അതായത് ഈ സ്ട്രക്ചർ, ഈ രണ്ട് സ്ട്രക്ചേഴ്സ്, അതായത് നമ്മുടെ ന്യൂക്ലിയസ് ആറ്റത്തിന്റെ സ്ട്രക്ചറും നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? ഒന്നാമത്തേത് ഒരു കമ്പാരിസൺ പറയുമോ? ഈ നമ്മളൊരു സിമിലാരിറ്റി പറയുമോ? ഒന്നാമത്തെ സിമിലാരിറ്റി എന്താണ്? സോളാർ സിസ്റ്റം sun is present in the center of solar system while the structure of atom nucleus is present in the center.
സെക്കൻഡ് സിമിലാരിറ്റി എന്താണ് പറയാൻ പറ്റുന്നത്? സെക്കൻഡ് പറ്റി കാര്യം പറയുമോ? സണ്ണിന് ചുറ്റും എന്തുണ്ട്? പ്ലാനറ്റ്സ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇൻ സോളാർ സിസ്റ്റം planets are revolving around the sun, whereas in the structure of atom electrons are revolving around the nucleus. Where is the similarity പറയുമോ? ഇവർക്ക് ഓരോ പാർട്ടിക്കിൾ, ഓരോ ഇലക്ട്രോണും അതിൻ്റെതായിട്ടുള്ള പാർട്ടിക്കിളല്ലേ മൂവ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്ലാനറ്റ്സും അതേപോലെ മൂവ് ചെയ്യുന്നത്. സോ മൂന്നാമത്തെ സിമിലാരിറ്റി എന്താണ്? in an atom structure each electron have its own path. അതിൻ്റെതായിട്ടുള്ള പാത്ത് ഉണ്ട്. അതേപോലെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഓരോ പ്ലാനറ്റ്സിനും എന്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പാത്ത് ഉണ്ട്. ഇത് രണ്ടും ഈ ഒരു ഇതിലെ കൂടെ റൊട്ടേറ്റ് ചെയ്തോളൂ. അതേപോലെ പുറകെ നിൽക്കുന്നത് ആ ഒരു സർക്കിളിൽ കൂടെ റൊട്ടേറ്റ് ചെയ്തോളൂ. ഇത് കൊണ്ടുപോയി എന്താണ് പറഞ്ഞത്? ഇവർ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ എനർജി കുറവായിട്ട് ക്യാപ്ചർ എങ്ങോട്ട് വീഴുമെന്ന് പറഞ്ഞു? ന്യൂക്ലിയസിലോട്ട് വീഴുമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ആറ്റം. ആറ്റത്തിന് നടക്കുന്നത് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ പോകുന്നതാണ്. ഇതാണ് എന്താണ് പറയുന്നത്? എന്താണ് നമ്മളിപ്പോ കാണിച്ചില്ലേ? ഇലക്ട്രോൺസ് ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഉറപ്പില്ല സോളാർ സിസ്റ്റം കമ്പയർ ചെയ്യുകയും സെയിം തന്നെയല്ലേ വരുന്നത്. അതായത് ഇവിടെ ഈ ഒരു ഇലക്ട്രോൺസ് നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഈ ബ്ലൂ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തതുപോലെ തന്നെയാണ് നമ്മുടെ സണ്ണിന് ചുറ്റും നമ്മുടെ പ്ലാനറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വീഡിയോ ഉണ്ടോ? ഇതാണ് നമ്മുടെ ആറ്റം. ഈ നടുക്കുള്ളതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും കണ്ടോ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സ് നമ്മുടെ സണ്ണിന് ചുറ്റും എന്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? പ്ലാനറ്റ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേണോ? എല്ലാവർക്കും മനസ്സിലായോ? ഭയങ്കര കുഞ്ഞ കൺസെപ്റ്റ് ഇത് പഠിച്ചത്. ശ്രദ്ധിച്ചേ. സോ നമ്മളിത് പഠിച്ച മോഡലിന്റെ പേരെന്താണ്? എന്താ നമ്മൾ പഠിച്ച മോഡലിന്റെ പേര്? ആരുടെ ആറ്റം മോഡലാണ് പഠിച്ചത്? Rutherford. We have studied Rutherford's atom model. So in Rutherford's atom model, Rutherford compared sun to what in a such atom? Sunine എന്തുമായിട്ട് കമ്പയർ ചെയ്തത്? ന്യൂക്ലിയസ് ആയിട്ടാണ് കമ്പയർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പ്ലാനറ്റ്സിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തത്? ഇലക്ട്രോൺസ് ആയിട്ടാണ് കമ്പയർ ചെയ്തത്. സോ എല്ലാവരും ബുക്ക് എടുക്കുമോ? ബുക്ക് എടുക്കും. Find out the limitations of Rutherford's atom model. Find out the limitations of Rutherford. Rutherford's atom model. model. ഇത് കണ്ടുവെച്ചിട്ടാണ് നാളെ വരുമ്പോൾ